വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒരു നോമ്പിൻ്റെ ഒരു ഡേ എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ വെറൈറ്റി ഫുഡ് ഐറ്റംസ് സ്നാക്സ് ഒക്കെ നമുക്ക് ഇന്ന് കാണാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക. അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറാട്ടയാണ് ആദ്യം തന്നെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് വെള്ളം നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കണ്ടിട്ടില്ല, വീഡിയോ എടുത്തത് മിസ്സായി പോയതാണ്. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നല്ല സോഫ്റ്റായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണും. ഇതിൽ ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങളെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സോസിൻ്റെ ഒരു ടപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എല്ലാവരും വീട്ടിലുണ്ടാവും. നമ്മൾ കവറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് റിസ്ക് അല്ല. അപ്പോൾ ഇതാകുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, വേഗം നമുക്ക് പരിപാടി ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇത്ര സിമ്പിളാണ് അറിയാം, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ ബീഫിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ മിക്സി ജാറിൽ കുറച്ച് ഒരു കോഴിമുട്ടി മൈദയും വെള്ളം എടുത്ത് അടിച്ചാൽ ഇത്രയും നല്ല നൂൽ പൊറാട്ട കിട്ടണം. ഇതല്ല ഏറ്റവും ബെറ്റർ. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഇന്ന് റംസാൻ ആയപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം എനിക്കിത് ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അടിപൊളി നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു നൂൽ പൊറാട്ട. നമ്മൾ നല്ല ടേസ്റ്റും ഉണ്ട്. ചില ആൾക്കാർ വിചാരിച്ചു ഇത് അത്ര ടേസ്റ്റില്ല, മാവൊക്കെ കലക്കിപ്പാരുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പം നമ്മളെല്ലാം കംപ്ലീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആ ഒരു കുറച്ച് മാവുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചുറ്റി കൊടുത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നൂൽ പൊറോട്ട ഇതാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല സോഫ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഉമ്മാൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇതുണ്ട്. അപ്പോൾ ഉമ്മ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഉമ്മ എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് വരട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് വരട്ടുന്നതാണ്. എല്ലാം മസാലയും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് വെള്ളമൊന്നും തൊടാതെ ജസ്റ്റ് കുക്കറിൽ വിസിൽ വരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തൂമ്പിക്കലാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വെള്ളം ഒറ്റ പൊടിയും തൊടൂല. ഇതുപോലെ ആ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ആ വെള്ളം അതിലേക്ക് ഇറങ്ങും. പിന്നെ നമ്മൾ കഴുകി വെക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും, അതുകൂടി ആഡ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു വെള്ളം കൂട്ടൂല. ജസ്റ്റ് ഇങ്ങനെ കുക്കറിൽ അടിച്ചാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോക്കറ്റ് ഷവർമയാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് 2 വിധത്തിൽ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ കസിൻ്റെ ഇലയാണ് എടുത്തത്. നിങ്ങൾ ക്യാബേജ് എടുത്താൽ മതി. പക്ഷെ ഞാനിത് ഇവിടെ ഉണ്ടായതുകൊണ്ട് കസിൻ്റെ ഇലയാണ്. ഇത് ഹെൽത്തി ഇലയാണ്. അപ്പോൾ ഡയറ്റിങ്ങുകാർക്കൊക്കെ ഭയങ്കര ഇതുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലയാണ്. അപ്പോൾ അതെടുത്തതാണ്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കൻ, കക്കേരിക്ക, അതുപോലെ തന്നെ ഉള്ളി, തക്കാളി, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് എടുത്തത്. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ചെയ്യുന്ന രീതിയും കാണിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ രീതിയാണ് കേട്ടോ. പക്ഷെ ഞാൻ 2 രീതി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതങ്ങനെ മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ഈ ഒരു മസാല കൂട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് എല്ലാം ഞാനൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി പരിപാടി ഉണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾ കൊടുക്കുക, ഇതന്നെ എടുക്കണം എന്നില്ല കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസാണ് എടുത്ത്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ്, പോക്കറ്റ് ഷവർമയാണ്. പിന്നെ ഞാൻ കുറച്ച് ചിക്കനും എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളകും ഗരം മസാലയും ഉപ്പും ആഡ് ചെയ്തെടുത്ത്, പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയുന്നില്ല വിചാരിച്ചിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പം മയോണൈസ് എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ് ഞാനിതിൽ നിന്ന് ഒഴിവാക്കിയത്. അതുകൂടി ആയിട്ട് വീഡിയോ ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പോക്കറ്റ് ഷവർമയിലേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്ന മസാല എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കുറച്ച് മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും വേണം. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ ഇതായാലും മതി.
അത് നിങ്ങൾക്ക് എങ്ങനെ വേണേ ഇത് ഞാൻ ആ കോഴിമുട്ടയിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു ഭാഗം ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു ഫില്ലിങ് നിറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷേ എനിക്ക് ഇതിലേറെ ഒന്നുകൂടി ബെറ്ററായി ഹെൽത്തി ആയിട്ട് തോന്നിയ ഈ ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറ് കേട്ടോ. ഞാൻ ജസ്റ്റ് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ് ബ്രെഡ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫില്ലിംഗ് ഇല്ലേ അത് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മയോണൈസും വെക്കുക. പക്ഷെ ഞാനത് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആവശ്യത്തിന് മയോണൈസ് നമ്മൾ ഈ ഒരു ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കെച്ചപ്പിൽ ഈ ഒരു ഫില്ലിങ് നിറക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഈ ഒരു ബ്രെഡ് ഇങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ജസ്റ്റ് ഏത് മോഡലിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഭംഗിയില്ലല്ലോ, പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇനി പത്തിരി പണിക്ക് പോവുകയാണ്. അപ്പോൾ ഉമ്മ അത് കുഴച്ചൊക്കെ തരുന്നുണ്ട് ബോൾസൊക്കെ ആക്കിയിട്ട്. ബാക്കി ഞാൻ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചു. ബാക്കിയുള്ളതൊക്കെ ഉമ്മ ചെയ്തെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു ഏകദേശം നമ്മൾ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഐറ്റംസ് കൂടി ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാൻ പത്തിരിയൊക്കെ പരത്തി കൊടുത്ത് ബാക്കി ഉമ്മ ചുട്ടോളും വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നസ്മി വേൾഡ് എന്നാണ് പുതിയൊരു ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ആ ഒരു വ്ളോഗിൽ ഞാൻ കൂടുതലായി കൊണ്ടുവരാൻ വിചാരിക്കുന്നത് ട്രാവലിങ്ങും അതുപോലെ എൻ്റെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള കുറച്ച് ഇതുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ കണ്ടൻറ് ആക്കി വരാനാണ്. പിന്നെ ഞാൻ ഏകദേശം ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ പൈനാപ്പിൾ കൊണ്ട് ഒരു അടിപൊളിയായിട്ടൊരു ഗ്രില്ലഡ് പൈനാപ്പിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് ഇട്ടാൽ മതി. കാരണം ഒരു സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ഗരം മസാലയുടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചുട്ടെടുക്കും ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ ബട്ടർ തടവിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചൂടായതിന് ശേഷം ഒരു ബട്ടർ ജസ്റ്റ് അതിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബട്ടറിലാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം. കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ എരിവൊക്കെ വിചാരിച്ച് നല്ല എരിവ്, പക്ഷെ നല്ല മധുരവും എരിവും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ഐറ്റം. കാരണം ഞാൻ മിനിയാന്ന് കാലിക്കറ്റ് പോയപ്പോൾ അവിടെ നല്ല കുറവിൽ എനിക്ക് പൈനാപ്പിൾ കുറച്ച് കിട്ടി. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചിട്ട് ഞാൻ അത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ ഈ ഒരു വീഡിയോയിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സാൻഡ്വിച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടതിൻ്റെ ഫില്ലിംഗ് ഒക്കെ കറക്റ്റ് നമ്മൾ പോക്കറ്റ് ഷവർമ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് ഒരുപാട് എണ്ണ ഒന്നും യൂസ് ചെയ്യാത്തത് ഇങ്ങനെയാണ് തോന്നിയത്. അപ്പം നമ്മൾ പൈനാപ്പിൾ ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഇന്നത്തെ ഇതിൻ്റെ എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് നമ്മൾ വീട്ടിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഉള്ളത് ഉമ്മ ഉപ്പ ഞാനും ഇക്കയും മോനും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് വരട്ടിയതുണ്ട്, പിന്നെ ചിക്കൻ കറി, എല്ലാം സാധാരണ വീട്ടിലുണ്ടാകുന്ന പോലെയുള്ള തന്നെയുള്ളൂ. വലിയ സ്പെഷ്യലൊന്നുമില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ചൊരു 3-4 ഐറ്റം നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക്